സോ മക്കളെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇതൊരു ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മൾ ബയോമോളിക്യൂൾസിന് സാധാരണ നല്ലപോലെ ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. അപ്പൊ ഈ വർഷം നമുക്ക് ബയോമോളിക്യൂൾസിന് കിട്ടിയ ഷിഫ്റ്റ്, അതായത് 27th ഷിഫ്റ്റിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണിത്. വിച്ച് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ റിമെയിൻസ് ഇൻടാക്ട് ആഫ്റ്റർ കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ്? അപ്പൊ പ്രൈമറി, ടെർഷറി, സെക്കൻഡറി, ക്വാട്ടർണറി എന്നൊക്കെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി എന്താ വെച്ചാൽ എഗ് വൈറ്റ് ബോയിൽ ചെയ്യുക. എഗ് വൈറ്റ് ബോയിൽ ചെയ്യുന്നത് കൊയാഗുലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ സംഭവിച്ചു എന്നാണ്. പ്രോട്ടീൻ ഡീനാച്ചുറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈമറി സ്ട്രക്ചർ എന്തായാലും ഇൻടാക്ട് ആയിട്ട് നിലനിൽക്കും. ബാക്കി സ്ട്രക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അപ്പൊ നമുക്കിവിടെ ഇൻടാക്ട് ആയിട്ട് നിലനിന്നത് അതിന്റെ പ്രൈമറി സ്ട്രക്ചർ എന്ന് പറയും. ബിക്കോസ് പ്രൈമറി സ്ട്രക്ചറിലാണ് ഈ പറഞ്ഞ വസ്തുവിന്റെ അമിനോ ആസിഡ്സ് സീക്വൻസിൽ അറേഞ്ച്മെന്റ് എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ സ്ട്രക്ചർ മാത്രമേ അവിടെ എന്തെങ്കിലും ഇൻടാക്ട് ആയിട്ട് നിലനിൽക്കുന്നുള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ മെഷീൻ ഉണ്ടല്ലോ, NCERT ഡയറക്റ്റ് എടുത്ത് ചോദിച്ചതാ. നിങ്ങൾ അവിടെ ഒരു മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ? ഡ്യൂറിംഗ് ഡീനാച്ചുറേഷൻ സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചേഴ്സ് ഡിസ്ട്രോയിഡ് ബട്ട് പ്രൈമറി സ്ട്രക്ചർ റിമെയിൻസ് ഇൻടാക്ട്. NCERT കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രൈമറി സ്ട്രക്ചേഴ്സ് ഇൻടാക്ട് ആയിട്ട് നിലനിൽക്കുന്നു. അതിന്റെ അടിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ് ഓൺ ബോയിലിംഗ് ഈസ് എ കോമൺ എക്സാമ്പിൾ ഓഫ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ നടക്കുന്നതിന്റെ ഒരു കോമൺ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് എന്നാൽ കൊയാഗുലേഷൻ ഓഫ് എഗ് വൈറ്റ്. ഇതൊക്കെയായിരുന്നു നമുക്ക് ഈ ഒരു ഷിഫ്റ്റിൽ കണ്ട അധികം ക്വസ്റ്റ്യൻസും. ഈ ബയോമോളിക്യൂൾസ് എന്ന് വെച്ചാൽ ഒരു കൊള്ളാന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ, NCERT നമുക്ക് ബയോമോളിക്യൂൾസ് അറിയാം, നമുക്ക് NCERT തന്നെ ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ സെക്ഷനിൽ ഉണ്ടായത്.